പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 1 തൊട്ട് 10 വരെയുള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു 4000 പേരെ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ യേശു ക്രിസ്തു ആൾക്കാരെ കൂട്ടമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ശിക്ഷണം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തോണ്ടിരുന്നപ്പോൾ, ആത്മീയ ശിക്ഷണം കൊടുത്തോണ്ടിരുന്ന സമയത്ത് അവർക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വിശപ്പും പ്രയാസത്തിലുമായി, അവരുടെ കയ്യിലുള്ള എല്ലാം തീർന്നു കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചു ചോദിക്കുന്നു, ഇവർക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർ ബോധം കെട്ട് വീണു പോകും, അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാൻ പറ്റിയ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഗുരു ഒന്നുമില്ല, എന്തോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 7 അപ്പം ഉണ്ട്, കുറച്ച് മീനും ഉണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. യേശു ക്രിസ്തു യഹോവയോട് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ എടുത്ത് വിതരണം ചെയ്യാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. നോക്കിയപ്പോൾ എല്ലാ വ്യക്തികൾക്കും തൃപ്തിയായിട്ടുള്ള റൊട്ടിയും മീനും കൂട്ടി. അതിനുശേഷം 7 കൊട്ടയ്ക്ക് അത് വീണ്ടും അധികം അപ്പങ്ങൾ ശേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ, ആധ്യാത്മികപരമായ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ശാരീരിക ആവശ്യങ്ങളും നമുക്ക് യേശു ക്രിസ്തു അതിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് സമയമാകുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കുണ്ടല്ലോ, ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ചേർന്നുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ വിശപ്പുള്ളവരാണെന്ന് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇതിപ്പോൾ യേശു ക്രിസ്തു നമ്മളോട് കരുണയുള്ളവനായി തീർന്നുകൊണ്ട് നമ്മളെ ബോധം കെട്ടു പോകാതെ, നമ്മൾ നശിച്ചു പോകാതിരിക്കാനും നമ്മളോട് കരുണ വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ ബ്ലെസ്സിങ്സ് തന്ന് ആവശ്യങ്ങളെ വലിയ വലിയ ആവശ്യങ്ങളാക്കി നമുക്കത് പൂർത്തീകരിച്ച് തരുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് മർക്കോസ് 1 അധ്യായത്തിൽ 8 അധ്യായത്തിൽ 1 തൊട്ട് 3 വരെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ മർക്കോസിനെ സുവിശേഷം 4 തൊട്ട് 8 അധ്യായത്തിൽ 4 തൊട്ട് 7 വരെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നത്, ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഈ കൂട്ടത്തിങ്ങൾക്ക് റൊട്ടി കൊടുക്കാൻ ഉണ്ടോ? അപ്പോൾ അവർ 7 റൊട്ടിയും മീൻ കുറേ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അതിനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് ഉണ്ടല്ലോ ആ റൊട്ടി വിതരണം ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഏതൊരു ആവശ്യങ്ങൾ, നമ്മൾ ചെറുതായാലും വലുതായാലും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മൾ നന്ദി പറഞ്ഞു വേണം അത് കഴിക്കാനായിട്ട്, നന്ദി പറഞ്ഞുകൊണ്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവം മുൻപോട്ട് നമുക്ക് ജീവിതത്തിൽ വളരെ തൃപ്തികരമായ രീതിയിൽ നമുക്ക് ബ്ലെസ്സിങ് കിട്ടത്തുള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കത്തുള്ളൂ. മർക്കോസിന്റെ 8 അധ്യായം 8 തൊട്ട് 9 വരെ നമ്മൾ നോക്കുമ്പോൾ, എല്ലാവർക്കും തൃപ്തികരമായിട്ട് എല്ലാം കൊടുത്തതിന് ശേഷം 7 കൊട്ടയ്ക്കകത്ത് അധികം വരികയും പിന്നെ 4000 പുരുഷന്മാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ അത് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അതായത് നമ്മുടെ ആവശ്യങ്ങൾ കൂടുതൽ നമ്മളെ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മർക്കോസിന് 8 അധ്യായം 10 നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, അത് കഴിയുമ്പോൾ യേശു ശിഷ്യന്മാരുടെ കൂടെ വള്ളത്തിലിരുന്നു കൊണ്ട് ദലംനൂത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോന്നു. അടുത്ത സ്ഥലത്ത് പോയി ആത്മീയ ശിക്ഷണം കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ സാധിക്കുന്നത്, യഹോവ എന്ന് പറയുന്നത് കരുണയുള്ളവനാകുന്നു. കരുണയുള്ളവനാകുന്നു. ആ കരുണയുള്ളവൻ നമ്മളെ അതായത് നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി നമ്മളെ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു യഹോവയാകുന്നു. നമുക്ക് സങ്കീർത്തനം 145 15 16 നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എല്ലാവരുടെയും കണ്ണുകൾ നിന്നിലേക്കാകുന്നു, അപ്പോൾ നീ അവർക്ക് സമയമാകുമ്പോൾ നീ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ്. അപ്പോൾ നമ്മൾ യഹോവയിലേക്ക് കണ്ണുകൾ വയ്ക്കുന്ന വ്യക്തികൾക്ക്, അതായത് വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും അവർക്ക് റൊട്ടിയുടെ പൂർത്തീകരണം അവർക്ക് സുഖമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. യഹോവ നമ്മുടെ കയ്യിൽ കുറച്ചുള്ളപ്പോൾ നമ്മളത് വലുതാക്കി കാണിക്കുന്നു. അതായത് 7 റൊട്ടിയുള്ളപ്പോൾ നമ്മളത് യേശു ക്രിസ്തു അത് ആയിരക്കണക്കിന് ആൾക്കാരെ അത് പോഷിപ്പിക്കാനായിട്ട് യേശു ക്രിസ്തുവിനതിനുള്ള സാമർഥ്യവും ശക്തിയും ഉണ്ട് യഹോവയുടെ ത്രൂവിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയൻസിൻ്റെ പുസ്തകം 4 അധ്യായം 19 വാക്യത്തിൽ പറയുന്നു, എൻ്റെ യഹോവേ,
നിൻ്റെ മഹിമ കൊണ്ട്, നിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് എൻ്റെ ധനത്തിന് ഒരു കുറവും നഷ്ടങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം എല്ലാ കുറവുകളെയും നീ നികത്തി തരണമേ എന്ന് അതിൻ്റെ അകത്ത് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യഹോവയോട് നന്ദിപൂർവ്വം നമ്മൾ പറയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നന്ദിപൂർവ്വം നമ്മൾ സ്മരിക്കേണ്ടത് നമ്മുടെ ചുമതലയാകുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. എന്താണ് അവിടെ കാണുന്നത്? നന്ദിയുള്ളവരായി നമ്മൾ എപ്പോഴും ജീവിക്കണമെന്നാണ് അതിൽ ഉത്ബോധിപ്പിക്കുന്നത്. 5-ാം അധ്യായം 5-ന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാ കാര്യത്തിനും നീ നന്ദി കൊടുക്കുക. നിൻ്റെ യേശു മശിയായ യഹോവയിൽ നിൻ്റെ ആഗ്രഹം ഇതാകുന്നു. നീ നന്ദി കൊടുക്കുമ്പോൾ യഹോവ നിനക്ക് എല്ലാ കാര്യങ്ങളും നിൻ്റെ പൂർത്തീകരിച്ച് തരുന്നു. നീ നന്ദിയുള്ളവനായി തീരണം എല്ലാ കാര്യങ്ങളിലും. അത് ആഹാരകാര്യമായാലും ശാരീരിക കാര്യമായാലും മാനസിക കാര്യമായാലും പഠിത്ത കാര്യമായാലും എല്ലാ കാര്യത്തിലും നമ്മൾ അതിൽ നന്ദിയുള്ളവനായി തീരണം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-38 4000 പേരെ പോഷിപ്പിക്കുന്ന വസ്തുത കാര്യങ്ങളാണ് നമ്മൾ കാഴ്ചപ്പാട് കാണുന്നത്. മാർക്കോസിൻ്റെ 6-ാം അധ്യായം 34-44 വരെ 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ അതിശയകരമായ യഹോവയുടെ അതിശയകരമായ കാര്യങ്ങളായി ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ആ അതിശയകരമായ യഹോവയാണ് നമ്മൾ ആരാധിക്കുന്നത്. സങ്കീർത്തനം 23:21 1-ാം പദത്തിൽ എന്താണ്? യഹോവ നല്ല ഇടയനാകുന്നു, നീ എന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ അതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നല്ലൊരു ആട്ടിടേൻ്റെ കൂടെ, ഒരു ഉത്തമ ആട്ടിടേൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആടുകൾക്ക് ആവശ്യത്തിനുള്ള ആഹാരം ഉണ്ടല്ലോ, ആ യഹോവ നമുക്ക് തരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇത് നമ്മൾ കാണുന്നത് ഇതപ്രകാരമാണ്. ഇതപ്പോൾ ഈ ഇബ്രാനിയുടെ പുസ്തകം 13-ാം അധ്യായം 5-ാം അധ്യായത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ്. എന്താണ് പറയുന്നത്? നിൻ്റെ സ്വഭാവം കൊതിയില്ലാത്തതായിരിക്കണം. നീ ഗ്രീഡിനെസ് ഉണ്ടാകാൻ പാടില്ല. നീ മറ്റുള്ളവരുടെ സ്വത്തുക്കളെ, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയെ കൊതിക്കാൻ പാടില്ല. അതുപോലെ നിൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ട് നീ തൃപ്തനായിരിക്കണം. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ ഒരിക്കലും വിടത്തില്ല, നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഇതാണ്, നിന്നെ വിടത്തുമില്ല, നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. ഇതാണ് നമ്മളെ യഹോവ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ യഹോവ നമ്മൾ വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ തൃപ്തരായി നമ്മൾ ജീവിക്കുമ്പോൾ, സന്തോഷകരമായി നമ്മൾ കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിയായി നമ്മൾ ജീവിക്കുമ്പോൾ, യഹോവ ഒരിക്കലും നമ്മളെ ഉണ്ടല്ലോ വിടത്തുമില്ല, നമ്മളെ ഉപേക്ഷിക്കത്തുമില്ല. അത് മനസ്സിൽ നമ്മളെപ്പോഴും നമ്മൾ ഉറപ്പോടുകൂടി നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മുൻപോട്ട് കൊണ്ട് നമ്മളിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കുടുംബത്തിൽ വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ, അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആ മാസം മൊത്തം അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പക്ഷേ അവർ യഥാർത്ഥത്തിൽ യഹോവയിൽ നിന്ന് അവർ ബ്ലെസ്സിങ് മേടിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ, ധാരാളം ബ്ലെസ്സിങ് അവർ കിട്ടിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ ഉറച്ച പടി ചവിട്ടിക്കൊണ്ട് അവർ മുറുക്കി പിടിച്ചുകൊണ്ട് അവർ യഹോവയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും അവരുടെ എല്ലാ ആവശ്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും അത് ബ്ലെസ്സിങ്ങായി മാറിക്കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ നമ്മൾ ബ്ലെസ്സിങ്ങിൽ മേടിക്കാനായിട്ട്, യഹോവയുടെ ബ്ലെസ്സിങ് മേടിക്കാനായിട്ട്, അവരുടെ വചനപ്രകാരം ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇതാണ് നമുക്ക് ഈ കഥയിൽ മനസ്സിലാക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ, ബൈബിൾ പ്രകാരം കഥകൾ നമ്മൾ കേട്ടല്ലോ, പാവപ്പെട്ട ഒരു വിധവ സ്ത്രീ ഉണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് ആട്ട ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് ആഹാരം കൊടുക്കണമായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ പര്യാപ്തമായ ഒരു ആട്ടയില്ലായിരുന്നു. പക്ഷേ അവർ പിന്നീട് ചിന്തിച്ച് പറഞ്ഞു, ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആട്ട കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മീറ്റിങ്ങിലുള്ളവർക്ക് എല്ലാവർക്കും ആ റൊട്ടി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആ പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം. അപ്പോൾ ഈ അനുഗ്രഹം ഉണ്ടല്ലോ, നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടാനായിട്ട് നമ്മുടെ ഇല്ലായ്മയിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും യഹോവ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമുക്ക് ധനം, അല്ലെ കൂടുതൽ ആവശ്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് തരാനായിട്ട് യഹോവയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. നമ്മുടെ കുറവുകളെ വലുതാക്കി എടുക്കാനായിട്ട് നമുക്കിപ്പോൾ യഹോവയിൽ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശു നമ്മുടെ എല്ലാ കുറവുകളെയും പൂർത്തീകരിക്കുന്നുണ്ട്. ഇതൊന്നും വരെ ഒരു കുറവും നമുക്ക് വരുത്താതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ യഹോവയ്ക്ക് യേശു ക്രിസ്തു നമ്മുടെ എല്ലാ കുറവുകളെ പറ്റി അറിയാം.
വിശ്വാസത്തിൽ കൂടെ നമ്മൾ യഹോവയെ നമുക്ക് നമ്മൾ സമർപ്പിക്കപ്പെട്ടതായി തീരുമ്പോൾ നിശ്ചയമായിട്ടും ഈ യഹോവ നമ്മുടെ കുറവുകളെ ബ്ലെസ്സിങ് ആക്കി മാറ്റി നമ്മുടെ എല്ലാം കുറവുകളെ നികത്തി തരും. അതാണ് നമ്മൾ ഇതിൻ്റെ നമുക്കൊരു മെസ്സേജായിട്ട് നമുക്കിത് മനസ്സിലാക്കേണ്ടത്. എപ്പം ഞാൻ വിശന്നിരിക്കുന്നു, എൻ്റെ കുറവിലിരിക്കുന്നു, എൻ്റെ പ്രോബ്ലംസ് എൻ്റെ കൂടെ ഇരിക്കുന്നു, ആ സമയത്ത് ഒരിക്കലും യേശു ക്രിസ്തു നമ്മളെ വിടത്തില്ല. നമ്മുടെ ആ യേശു ക്രിസ്തു നമ്മളെ അതിനെല്ലാം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം യഹോവ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ 20-ാം ദിവസത്തെ ഉപവാസത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുക. അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കും യഹോവയിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടവനായി തീരുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നവരായുമ്പോൾ ഈ ഉപവാസ സമയത്ത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ യഹോവയിൽ നമ്മുടെ കുറവുകളിലും നമ്മൾ കൊടുക്കുന്നവരായി തീരുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ് കൊണ്ട് നമ്മളെ നിറച്ച് നമ്മുടെ ആവശ്യങ്ങൾ അധികമായി തീർത്തു വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ബാധ്യസ്ഥ. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും വല്ല കൊടുക്കണമെന്നുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഹോവ നമ്മളെപ്പോഴും നമ്മളെ കാത്തു സൂക്ഷിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള നമ്മളിത് പഠിക്കാൻ യഹോവ എപ്പോഴും ഉണ്ടല്ലോ ഒരു ദയാലുവാണ്, അല്ലെങ്കിൽ ഒരു താഴ്മയുള്ള നമ്മളെ ദയ കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ അതുകൊണ്ടെല്ലാം യഹോവയ്ക്ക് അറിയാം. നമ്മുടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യങ്ങളെ മൊത്തം പൂർത്തീകരിച്ച് നമുക്ക് തരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഠനം കൊണ്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ നന്ദിപൂർവ്വം യഹോവയെ സ്മരിക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയി മാറി നമുക്കത് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കലീശയ്ക്കും എല്ലാം ഇത് നികത്തി തരാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.